ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുക. കപ്പോ ഗ്ലാസ്സോ അളവായിട്ട് എടുക്കുക കേട്ടോ. വെള്ളം തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് യൂസ് ആക്കണമെങ്കിൽ നെയ്യ് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഈ വെള്ളം ഇനി തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവയാണ് കേട്ടോ അളവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് റവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് റവ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. 2.5 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ടിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കില്ലേ, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ തേങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ റവയിലുള്ള ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അടിപ്പിടിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതലായിട്ടൊക്കെ റവ എടുക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ചൂടാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ലേശം നെയ്യോ വെളിച്ചെണ്ണയോ തടവി കൊടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ആവി കയറ്റി എടുക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ ലേശം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു വലിയ പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാതും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലാണ് ഞാനിപ്പോൾ ആവി കയറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവിയൊക്കെ കണ്ടില്ല, നല്ല പോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് കേട്ടോ. ബട്ടർ നല്ല പോലെ തന്നെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പിസ്സ സീസണിങ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തേക്ക് ഒരു ഫ്ലേവർ വരുമ്പോഴാണല്ലോ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, ഒരു നുള്ള് മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ആ മഞ്ഞളുടെ ഒരു കുത്തൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ല പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ നല്ല പോലെ അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവോടെ വേണമെന്നുണ്ടെങ്കിൽ ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവയുടെ ആ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത റവ ബോൾസ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു നുള്ളു മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് നന്നായിട്ട് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം റവ ബോൾസൊക്കെ ഒന്നിങ്ങനെ അവിടെ മൊരിഞ്ഞ് നല്ല ഡ്രൈ ആയി വരില്ലേ, അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഞാൻ മുളക് പൊടി ചേർത്തിരുന്നത്. ഒരു നുള്ള് 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രയാണ് ചേർത്തിട്ടുള്ളൂ. അത് നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് ചേർത്ത ആ തക്കാളിയുടെയൊക്കെ മൊത്തത്തിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ആകെ മൊത്തം നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്നിങ്ങനെ മുരിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. ഇപ്പോൾ അവർക്ക് സ്കൂളൊക്കെ തുറക്കുകയാണ്, അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്.
എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.